മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാതക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു 77 സങ്കീർത്തനം 2 വാക്യത്തിൽ, കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 3 വാക്യമാണ്. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. 2 വാക്യത്തിൽ നമ്മൾ കണ്ടു കഷ്ടദിവസം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ദിവസമില്ല. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ കടന്നു വരുന്നതായ പ്രയാസങ്ങളാണ് ഈ കഷ്ടദിവസമെന്ന് ആസഫ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രകാരമുള്ള കഷ്ടദിവസങ്ങളുണ്ട്. പക്ഷേ ആ കഷ്ടദിവസത്തിൽ നാം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നാം യഹോവയെ അന്വേഷിക്കണം. എന്തിനാണ് നാം യഹോവയെ അന്വേഷിക്കുന്നത്? നമ്മൾ സാധാരണയായിട്ട് ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ്, ദൈവം നമ്മെ കാണുന്നു. ശരിയാണ്, ദൈവത്തിൻ്റെ വചനവും അത് പറയുന്നുണ്ട്, ദൈവം നമ്മെ കാണുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഷ്ടതയുടെ ദിവസം ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരണം. തീർച്ചയായിട്ടും ദൈവം നമ്മോട് കൂടെ ഇരിക്കും. പക്ഷേ അതേസമയം തന്നെ നമ്മോട് ദൈവം ആഹ്വാനം ചെയ്തൊരു കാര്യമാണ് നാം അവനെ അന്വേഷിക്കണമെന്നുള്ളത്. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ പാപ വഴികളിൽ നിന്നും വിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്നാണ് അതിനർത്ഥം. മറ്റൊരു വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലണമെങ്കിൽ ദൈവം ആരാണെന്നുള്ള ഗ്രാഹ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ദൈവം വിശുദ്ധനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ നാമും വിശുദ്ധരായി തീരണം. നാം വിശുദ്ധരായി തീർന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഷ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ട് നാം വിശുദ്ധിയിലേക്ക് നീങ്ങുന്നതായ ഒരു അവസരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ സമയം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു കഷ്ടതയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കണം. അല്ലെങ്കിൽ ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനുള്ള ആ വിശുദ്ധി നിങ്ങൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അത് നമുക്ക് ലഭിക്കുന്നത് നമ്മളുടെ ആത്മദാഹം, ദൈവവചനത്തിൻ്റെ വായന, ദൈവവചനം മനസ്സിലാക്കുന്നത്, പ്രാർത്ഥന, ആരാധന, ഇവയെല്ലാം തന്നെ നമുക്ക് ആ വിശുദ്ധിയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. 3 വാക്യമാണല്ലോ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ദൈവം എൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഈ ആസഫിന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ പറയുന്നു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. ഇത് ഏവരുടെയും ജീവിതത്തിൽ കടന്നു വരുന്നതായ ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അപ്പോഴേ ഒരു മറുപടി തരികയാണെങ്കിൽ, നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് അപ്പോഴേ ദൈവം പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയില്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില ആത്മീയ ക്രമീകരണങ്ങളിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കഷ്ടതയുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ക്രമീകരണങ്ങളുടെ ഒരു ദിവസമാണ്. ഇത് നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസത്തിന് നടുവിൽ നിങ്ങൾ ദൈവസ്ഥനിലേക്ക് കടന്നു വരണം, ദൈവവചനം കേൾക്കണം, നിങ്ങളെ തന്നെ ക്രമീകരിക്കണം. അപ്പോൾ ദൈവം ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. ഇവിടെ ഇദ്ദേഹം പറയുന്നു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. എന്താ വിഷാദം തോന്നാൻ കാരണം? ദൈവം ഇറങ്ങി വരുന്നില്ല എന്നുള്ള ആ ചിന്തയെ ഓർത്തുകൊണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് ഒരു ദൈവപ്രവൃത്തിയുടെ ആരംഭമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ലെന്നോർത്ത് നിങ്ങൾ പ്രയാസപ്പെടരുത്. മറിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം, നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം, അതെ, എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയുടെ ആരംഭം കുറിക്കുക. അത് സംഭവിക്കാൻ പോകുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ഈ ദിവസം ഈ വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ, ആസാഫിനുണ്ടായ അതേ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ഒന്നറിയുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്, ഞങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരും തന്നെ അവരുടെ ജീവിതത്തിൽ പതറിപ്പോകുവാനോ തടർന്നു പോകുവാനോ ഇടയാകാതെ ദൈവകൃപ അനുഭവിക്കുന്നവരായി തീരുവാൻ നീ അവരെ സഹായിക്കണം.
പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യപ്പെടാം. കൂടുതൽ ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ഒരു സന്ദർഭം ഉണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. Thank you for watching Morning Dew. Kindly tune up for next day messages.